പ്രകൃതി വിരുദ്ധമായ സ്വഭാവം ചെയ്ത ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോൾ ഇദാ മാതല്ലൂതിയു മിൻ ഗൈരി തൗബത്തിൻ യബ്അസുല്ലാഹു മിൻ ഖബ്രിഹി യംസഖുല്ലാഹു ഫീ ഖബ്രിഹി ഖിൻസീറാ. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഔ കമാ ഖല റസൂലുള്ളാഹി. ലൂത്തി അതിന്റെ പേരാണ് ലൂത്തി. ഈ സൊഡോമി പ്രകൃതി വിരുദ്ധമായി ഈ വീഴ്ച നടത്തുന്നവൻ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ അവന്റെ ഖബറിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് പന്നിയുടെ കോലത്തിലായിരിക്കും. ഖബറിൽ വെച്ച് അല്ലാഹുവിന്റെ രൂപം മാറ്റിക്കളയുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. സംഭവം അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഭാര്യമാരോട് പോലും നമ്മുടെ പുരുഷന്മാര് ഹലാലാണല്ലോ, നമുക്ക് അല്ലാഹ് ഹലാലാക്കി തന്നിരിക്കല്ലേ, അതുകൊണ്ട് മലദ്വാരത്തുള്ള നമുക്ക് ആകാമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നാളെ പന്നിയായിട്ടായിരിക്കും എഴുന്നേറ്റ് വരിക. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. അതിന് പെണ്ണുങ്ങൾ സമ്മതിക്കുകയും വേണ്ട. അങ്ങനെ ഏത് ഭർത്താവ് സമ്മതിച്ചാലും ധൃതി പിടിച്ചാലും ലാ തഅത ലി മഅസിയത്തിൽ ഖാലിഖ്. ഒരു പാപം ചെയ്യാൻ വേണ്ടി ഒരു ഭാര്യയെ ഒരാൾ നിർബന്ധിച്ചാൽ അതിനുവേണ്ടി തയ്യാറാകരുത് എന്നാണ് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഞാൻ നിന്റെ ഭർത്താവ് നാളെ എന്റെ വീട്ടിൽ കൊണ്ടുവിടും. നിങ്ങളെ വീട്ടിലോ നിങ്ങൾ കോട്ടയത്തോ എവിടെയോ കൊണ്ടുവിടും, എനിക്ക് പ്രശ്നമില്ല, ഈ പഠിക്കാൻ നിൽക്കൂല. അല്ലെങ്കിൽ നാളെ നരകത്തെ കുറിച്ചല്ലേ ഈ പറയുന്നത്. നരകം എന്ന് പറഞ്ഞ ചുമ്മാ ജിബിരിയിലായിട്ട് നരകം എന്ന് പറഞ്ഞ കണ്ട കാഴ്ച എങ്ങാനും പറഞ്ഞ മനുഷ്യന്മാര് നാളെ മുതൽ വാളും കേൾക്കാൻ നിൽക്കൂല, ഇനി ഈ പണിക്ക് നിൽക്കില്ല, ഒരു പരിപാടിക്ക് നിൽക്കൂല. ജിബിരിയിൽ കണ്ട നരകം, ജിബിരിയിൽ കണ്ട ഓരോ സംഭവങ്ങൾ പറയാതിരുന്നാല്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. വിചാരികളുടെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാനി ജിബ്രീൽ വ മീകായിൽ. ജിബ്രീലും മീകായിലും എന്റെ അരികിലേക്ക് കടന്നു വന്നു. ജിബ്രീൽ ഇസ്ലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഞാൻ മദീന പള്ളിയിൽ ഇരിക്കുകയാണ്. ഫാതൈനാ ഫൻതലഖനാ, ഞങ്ങൾ അങ്ങനെ മെല്ലെ നടന്നു പോവുകയാ. ഫാതൈനാ അലാ മിസ്ലി തന്നൂർ, ഒരു വലിയ ഒരു അടുപ്പിന്റെ അരികിലേക്ക് എന്നെ അവർ രണ്ടുപേരുടെ കൊണ്ടുപോയി. വലിയൊരു അടുപ്പ്, തന്തൂരി അടുപ്പ്. ഇതൊക്കെ നമുക്കൊരു പാടാ കേട്ടോ. ഇന്നത്തെ ഈ തന്തൂരി ചിക്കനും തന്തൂരി റൊട്ടിയും തന്തൂരി അടുപ്പും ഒക്കെ അല്ലാഹ് നമുക്കൊരു പാടാണ്. സംഭവം തന്നെ ഗ്രില്ലി ചിക്കൻ, നാരലക്കോഴി, ഇതൊക്കെ പാടാണ്. അങ്ങനെ തന്തൂരി അടുപ്പ് പോയെന്ന് കാണുമ്പോൾ കണ്ടിട്ടില്ല. തന്തൂരി അടുപ്പ് ഗൾഫിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചെറുതല്ലേ, ഗൾഫിലൊക്കെ അതിന്റെ വായോ ഇറുകിയതാണ്, ചെറുതാണ്. അതിന്റെ അടിഭാഗം വളരെ വിശാലമായതാണ്. എത്രയോ 10, 20, 30, 40, 50 റൊട്ടിയൊക്കെ തന്തൂരി റൊട്ടിയൊക്കെ ചൂടുന്ന സാധനം. പണ്ട് കേട്ടിട്ടില്ലേ നൈനാസ്നാഹി? എന്താ നൈനാസ്നാഹി എന്ന് പറഞ്ഞിട്ട് അല്ലേ? ഡൽഹിയിൽ തന്തൂരിയാക്കി കഷണിച്ച് കെട്ടിയവൻ കാമുകൻ ചുട്ട് അതിനകത്ത് വെട്ടിയിട്ട്. അപ്പൊ ആ സാധനം അതിനകത്ത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എത്ര വലിയൊരു സാധനമായിരിക്കും ആ തന്തൂരി അടുപ്പ്. ഇതൊക്കെ അല്ലാഹ് പഠിപ്പിച്ചിരുന്നു. വെറുതെ ചിന്തിച്ചോ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ എന്നെയും കൂട്ടി ജിബ്രീലും മീകായിലും ഫൻതലഖനാ, ഞങ്ങൾ നടന്നു പോവുകയാണ്. ഫാതൈനാ അലാ മിസ്ലി തന്നൂർ, ഒരു തന്തൂരി അടുപ്പ് പോലുള്ള ഒരു വ്യാസമുള്ള ഒരു അടുപ്പിന്റെ അരികിലേക്ക് പോയപ്പോ ഫീഹി ലഗതു വസ്വാദ്, ഒരുപാട് അപശബ്ദങ്ങൾ അതിൽ നിന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. ഫത്തലഅനാ ഫീഹി, അതിലേക്ക് ഞാനൊന്ന് എത്തി നോക്കിയപ്പോ ഫീഹി റിജാലു വനിസാ, ഒരുപാട് പുരുഷന്മാരെയും ഒരുപാട് വിവസ്ത്രകളായ സ്ത്രീകളെയും പുരുഷന്മാരെയും അതിൽ കിടന്ന് നരകിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അവരുടെ അടിഭാഗത്ത് നിന്ന് തീജ്വാല ആളി കത്തുമ്പോ സാഹൂ മിൻ ശിദ്ദതി ഹരിഹി, ആ വ്യാസമുള്ള അടിഭാഗത്ത് നിന്ന് അവരാ അടുപ്പിന്റെ മുകളിലേക്ക് നിലവിളിച്ചു വരികയാണ്. ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ, ഒന്ന് മടക്കണേ അല്ലാ, ഒരഭയം നൽകണേ അല്ലാ,
അവര് നിലവിളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കവയ്യാതെ ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു പോയി, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ഈ കൂട്ടരാരാണ് ജിബ്രീലേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹൗലായി യാ മുഹമ്മദു മിൻ ഉമ്മതിക അസ്സവാനി വസ്സുനാ, അവിടുത്തെ സമുദായത്തിൽപ്പെട്ട അവിടുത്തെ ഉമ്മത്തുകളിൽപ്പെട്ട ആണിലും പെണ്ണിലും പെട്ട വ്യഭിചാരികളാണ്, അഭിസാരികളാണ് നബി. ചെയ്യാതെ മരണപ്പെട്ടതിന്റെ പേരിൽ ഈ നരകത്തിൽ കിടന്നവർ അനുഭവിക്കുകയാണ്. യാ മുഹമ്മദു, ഏ മുഹമ്മദേ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. അല്ലാഹ്, ഒരുപാട് തെറ്റുകൾ കൈകൊണ്ടും കണ്ണുകൊണ്ടും കാലുകൊണ്ടും ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ചെയ്തവരാണ്. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട്, ഇൽമിന്റെ ബർക്കത്തുകൊണ്ട് പടച്ചവനെ, ഈ ഒരുമിച്ചു കൂടിയതിന്റെ പേരിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും സാരമായും നിസാരമായും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ചെയ്തു പോയ നിനക്കിഷ്ടപ്പെടാത്ത ഈ തെറ്റുകളെ നീ മാപ്പാക്കി തരണമേ അല്ലാഹ്, മാപ്പാക്കി തരണമേ അല്ലാഹ്. അതിന്റെ പേരിൽ നീ ഞങ്ങളെ ഐബാക്കാതെ, നാണം കെടുത്താതെ ദുനിയാവിലും ആഖിറത്തിലും വെച്ച് ഞങ്ങളെ ഇസ്സത്തിലും ഇഫ്ഫത്തിലും ആക്കണമേ തമ്പുരാനെ. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ഈ ഐബ്, ഇത് അള്ളാഹു നാളെ വെളിപ്പെടുത്താതിരിക്കാനുള്ള ഒരേ ഒരു വഴി എന്നറിയോ? ആരുടെയും പിത്തനെയും പ്രസാദം പറയരുത്. ആരെ കുറിച്ചും രഹസ്യത്തിലും പരസ്യത്തിലും മോശം പറയരുത്. മോശം പറയരുത്. മോശം പറയരുതെന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് പോലും കുറ്റമായിട്ട് നമ്മളിൽപ്പെട്ട ഒരാളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറയാതെ ഇരുന്നാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ ചെയ്തു തരും. ഇനി ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ഈ പറയപ്പെട്ട വ്യക്തിക്ക് അള്ളാഹു ഒരുപാട് നന്മകൾ എഴുതി കൊടുക്കും. നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഇവന്റെ കിതാബ് ഇവന്റെ വലത് കയ്യിൽ കൊടുക്കും. നോക്കുമ്പോ എന്റെ വലത് കയ്യിൽ ഞാൻ വ്യഭിചരിച്ച് നടന്നവനാണല്ലോ നാട്ടിൽ. അല്ലാഹ് വല്ലപ്പോഴൊക്കെ ഒന്ന് നിസ്കരിക്കുമ്പോൾ തക്കം കിട്ടുമ്പോൾ മെല്ലെ മതിലാടുന്ന ആളാ, എനിക്ക് പിന്നെ ഇതൊക്കെ എങ്ങനെ കിട്ടി? നീ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് പേര് നിന്നെ ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു, നീ അറിയാതെ. ആ ആക്ഷേപിച്ചത് മുഴുവനും അള്ളാഹു നിനക്ക് നന്മയായി ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വലിയ ഭാഗ്യം. അതുകൊണ്ട് വെറുതെ നമ്മൾ നിസ്കരിച്ച് ഇബാദത്തെടുത്ത് വല്ലവനും മതിലിയാടാൻ പോകുന്ന കാര്യമൊന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട. ഇത് മുഴുവനും അവന്റെ പക്കലിലേക്ക് പോകും. അവസാനം നമുക്ക് ആഖിറത്തിൽ ചെല്ലുമ്പോൾ വട്ടപൂജയായിരിക്കും, ഒന്നും കാണൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആരുടെ കാര്യം പറയാൻ പോണ്ട. രഹസ്യത്തിലും പരസ്യത്തിലും ആരുടെ ഐബും നമ്മൾ പറയരുത്. ഐബും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാളെ രക്ഷപ്പെടും. അവൻ ചിലപ്പോൾ വിചാരിയായിരിക്കും, അവൻ നാളെ രക്ഷപ്പെടും.